നമസ്കാരം. എല്ലാവർക്കും ബയോസിന്റെ HSC നാച്ചുറൽ സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. മൊഡ്യൂൾ 6 മോർഫോളജി എന്ന ടോപ്പിക്കിൽ ഇൻഫ്ലോറസൻസ് എന്ന ഭാഗത്തെ റെസിമോസ് ഇൻഫ്ലോറസൻസ് ആണ് ഇന്നത്തെ ടോപ്പിക്കായിട്ട് എടുത്തിരിക്കുന്നത്. എന്താണ് ഇൻഫ്ലോറസൻസ് അഥവാ പൂങ്കുല? സപുഷ്പങ്ങളിൽ അഥവാ ആൻജിയോസ്പേമിൽ എപ്പിക്കൽ മെരിസ്റ്റം അഥവാ അഗ്രമെരിസ്റ്റത്തിലുള്ള ചില ഹോർമോണുകൾ ചേഞ്ചസിന്റെ ഫലമായിട്ടാണ് അത് റീപ്രൊഡക്റ്റീവ് മെരിസ്റ്റം അഥവാ ഫ്ലോറൽ മെരിസ്റ്റം അഥവാ പുഷ്പ മെരിസ്റ്റമായിട്ട് മാറുകയും പിന്നീട് ആ അഗ്രഭാഗം പൂവായി മാറുകയും ചെയ്യുന്നു. പൂക്കൾ ഉണ്ടാകുന്നത് ചെടികളുടെ ബ്രാഞ്ചിന്റെ ഏതെങ്കിലും ടിപ്പിലുള്ള മെരിസ്റ്റം അത് റീപ്രൊഡക്റ്റീവ് മെരിസ്റ്റമായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് പിന്നെ അത് ഫ്ലവറായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ചെടികളിൽ സാധാരണ പൂവ് ഒറ്റയ്ക്കായിട്ടോ അല്ലെങ്കിൽ കൂട്ടമായിട്ടാണ് ഉണ്ടാകുന്നത്. ഒരു തണ്ടിൽ അല്ലെങ്കിൽ ഒരു ആക്സിസിൽ ഒറ്റ പൂവായിട്ട് കാണപ്പെടുന്നുവെങ്കിൽ അവയെ ഒറ്റപ്പൂവ് അഥവാ സോളിറ്ററി ഫ്ലവർ എന്ന് പറയുന്നു. എക്സാമ്പിൾ ചെമ്പരത്തി. എന്നാൽ ഒരു പ്രധാന തണ്ടിൽ ഒരു കൂട്ടം പൂക്കളെയാണ് കാണപ്പെടുന്നതെങ്കിൽ അതിനെ പൂങ്കുല അഥവാ ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നു. ഉദാഹരണം കണിക്കൊന്ന അല്ലെങ്കിൽ കിലികിലിക്ക്. കിലികിലിക്കിയുടെ പടമാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ആദ്യം ചെമ്പരത്തിയുടെ നോക്കാം. ചെമ്പരത്തിയുടെ പ്രത്യേകത ഒരു തണ്ടിൽ ഒരു പൂവാണ് ഉള്ളത്. എന്നാൽ അടുത്ത പൂങ്കുലയിൽ കിലികിലിക്കിൽ ഒരു പ്രധാന തണ്ടായ, അവിടെ പ്രധാന തണ്ടിന്റെ പേര് കൊടുത്തിട്ടുണ്ട്, പിടങ്ങൾ എന്ന് കൊടുത്തിട്ടുണ്ട്. ആ ഒരു പ്രധാന തണ്ടിൽ ഒരു കൂട്ടം പൂക്കളെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു പ്രധാന തണ്ടിൽ ഒരു കൂട്ടം പൂക്കളായിട്ട് കാണപ്പെടുന്നതെങ്കിൽ അതിനെയാണ് പൂങ്കുല അഥവാ ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നത്. പൂങ്കുല അഥവാ ഇൻഫ്ലോറസൻസിന്റെ ആ പ്രധാന തണ്ടിനെ വിളിക്കുന്ന പേരാണ് പിടങ്കിൾ അഥവാ പൂങ്കുല ദണ്ട് എന്ന് പറയുന്നത്. പിടങ്കിൾ അഥവാ പൂങ്കുല ദണ്ട്. നേരത്തെ കണ്ടായിരുന്നല്ലോ, ആ പ്രധാന തണ്ടില് ഒരു കൂട്ടം പൂക്കളെ അറേഞ്ച് ചെയ്തിരിക്കുന്നതിനെ പിടങ്കിൾ അഥവാ പൂങ്കുല ദണ്ട് എന്ന് പറയുന്നു. ഓരോ പൂങ്കുല തണ്ടിലും ഒരുപാട് പൂക്കളെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. എന്നാൽ ഓരോ പൂവിനും ഒരു തണ്ടുണ്ടായിരിക്കും. അതിനെ പൂഞ്ഞെട്ട് അഥവാ പെഡിസൽ എന്ന് പറയുന്നു. ഒരു ഫ്ലവറിന് ഒരു സ്റ്റാക്ക് ഉണ്ടാവും. ആ ഓരോ ഫ്ലവറിന്റെ സ്റ്റാക്കിനെ, തണ്ടിനെ പൂഞ്ഞെട്ട് അഥവാ പെഡിസൽ എന്ന് പറയുന്നു. എന്നാൽ പൂങ്കുലകളുടെ പ്രധാന തണ്ടിനെ, ആ ആക്സിനെയാണ് പിടങ്കിൾ അഥവാ പൂങ്കുല ദണ്ട് എന്ന് പറയുന്നത്. ആ പൂങ്കുല ദണ്ടിൽ ഓരോ പൂക്കളുടെയും തണ്ടിനെ, ആക്സിനെ അല്ലെങ്കിൽ സ്റ്റോക്കിനെ പൂഞ്ഞെട്ട് അഥവാ പെഡിസൽ എന്ന് പറയുന്നു. എന്നാൽ ചില പൂങ്കുലയിൽ പൂങ്കുല തണ്ടിൽ ഒരുപാട് പൂക്കൾ ഉണ്ടായിരിക്കും, പക്ഷെ അതിൽ തണ്ടില്ലാതെ, പെഡിസൽ ഇല്ലാതെ ഒട്ടിച്ചേർന്ന് കാണപ്പെടുന്നുണ്ട്. പൂക്കൾക്ക് തണ്ടില്ലെങ്കിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് ഇല്ലെങ്കിൽ അത്തരം പൂക്കളെ സെസൈൽ ഫ്ലവേഴ്സ് അല്ലെങ്കിൽ സെസൈൽ പൂക്കൾ എന്നാണ് പറയുന്നത്. ചീരയിലെ കാണുന്ന പ്രത്യേകത, ചീരയുടെ പൂക്കൾ ഒട്ടിച്ചേർന്നായിരിക്കുന്നത്. അതിന് പ്രത്യേകിച്ചൊരു തണ്ട് കാണപ്പെടുന്നില്ല അല്ലെങ്കിൽ പെഡിസൽ കാണുന്നില്ല. പൂങ്കുല തന്നെ പെഡിസൽ ഇല്ലാത്ത സെസൈൽ ഫ്ലവേഴ്സ് ആണ് കാണപ്പെടുന്നത്. ഇനി ഓരോ പൂങ്കുല തണ്ടിന്റെയും പൂവിന് താഴെയായിട്ട് ഒരു ചുവട്ടിലായിട്ട് ചെറിയൊരു ഇല പോലുള്ള ഒരു നേർത്ത ഔട്ട്ഗ്രോത്ത് കാണാൻ കഴിയും. ഇതിനെ സഹപത്രം അഥവാ ബ്രാക്ട് എന്ന് പറയും. ആ ചിത്രം നോക്കുക. ഒരു പൂവിന്റെ മെയിൻ സ്റ്റാക്കായ പെഡിസലിന്റെ അല്ലെങ്കിൽ പിടങ്കലിന്റെ ആ ഒരു എൻഡിലായിട്ട് ഒരു ലീഫ് ലൈക്ക് ഔട്ട്ഗ്രോത്ത് കാണപ്പെടും. ഇതിനെ ബ്രാക്ട് എന്ന് പറയും അഥവാ സഹപത്രം എന്ന് പറയും. ചില ചെടികളിൽ ഇത് ഇല പോലെ കാണപ്പെടും, ചില ചെടികളിൽ അതിന് എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ വേറെ ഏത് രൂപത്തിൽ കാണപ്പെടാറുണ്ട്. എന്നാൽ ഇതേ പെഡിസലിൽ കാണപ്പെടുന്ന മറ്റ് ഔട്ട്ഗ്രോത്തിനെ ബ്രാക്ടിയോൾ എന്നാണ് പറയുന്നത്. അതായത് പെഡിസലിന്റെ ഏറ്റവും ചുവട്ടിൽ കാണുന്ന ഔട്ട്ഗ്രോത്തിനെ ബ്രാക്ട് എന്ന് പറയുമ്പോൾ ആ പെഡിസലില് ഫ്ലവറിനോട് ചേർന്നോ ഫ്ലവറിന്റെ ചുവട്ടിലോ ആയിട്ട് കാണപ്പെടുന്ന ഔട്ട്ഗ്രോത്തിനെയാണ് ബ്രാക്ടിയോൾ എന്ന് പറയുന്നത്. ചെമ്പരത്തിയിൽ നമുക്ക് ബ്രാക്ടിയോൾ കാണാൻ കഴിയും. ഇപ്പൊ ചെമ്പരത്തിയിൽ ആ പടം നോക്കാം. ചെമ്പരത്തിയുടെ ആ പച്ച തൊപ്പി പോലുള്ള ഭാഗം കാലിക്സ് ആണെന്ന് നമുക്കറിയാം. ഈ കാലിക്സിന്റെ ചുവട്ടിൽ കാണുന്ന ചെറിയ മുള്ളുകൾ പോലുള്ള ആ ഭാഗത്തിനെ എപ്പി കാലിക്സ് എന്ന് പറയുന്നു. അതൊരു ബ്രാക്ടിയോളിന്റെ മോഡിഫിക്കേഷൻ ആണ്. അപ്പോൾ പൂവിന്റെ ചുവട്ടിലായിട്ടോ അതിനോട് ചേർന്നോ ആ പെഡിസൽ അല്ലെങ്കിൽ പൂഞ്ഞെട്ടിൽ കാണപ്പെടുന്ന ഔട്ട്ഗ്രോത്തിനെ ബ്രാക്ടിയോൾ എന്നും, ആ ഞെട്ടിന്റെ ഏറ്റവും താഴ്ഭാഗത്ത് ചുവട്ടിൽ കാണുന്ന ഔട്ട്ഗ്രോത്തിനെ ബ്രാക്ട് എന്ന് പറയും. ചില പൂക്കളിൽ ബ്രാക്റ്റും ബ്രാക്ടിയോളും രണ്ടും കാണാം. എന്നാൽ ചില പൂക്കളിൽ ബ്രാക്റ്റ് മാത്രം കാണാം, ചിലതിൽ ബ്രാക്ടിയോൾ മാത്രം കാണാം, ചിലപ്പോൾ രണ്ടും ആബ്സെന്റ് ആകാം. ബ്രാക്റ്റ് ഉള്ള ഫ്ലവറിനെ ബ്രാക്റ്റിയേറ്റ് എന്നും ഇല്ലാത്ത ഫ്ലവറിനെ ഈ ബ്രാക്റ്റിയേറ്റ് എന്നും പറയുന്നു. അതുപോലെ ബ്രാക്റ്റിയോൾ ഉള്ള ഫ്ലവറിനെ ബ്രാക്റ്റിയോളേറ്റ് എന്നും ഇല്ലാത്ത ഫ്ലവറിനെ ഈ ബ്രാക്റ്റിയോളേറ്റ് എന്നും പറയുന്നു. പൂങ്കുലകൾ അഥവാ ഇൻഫ്ലോറസൻസ് രണ്ട് വിധം. അതായത് ഒരു പൂങ്കുല ദണ്ടായ ആ പിടങ്ങളിൽ എങ്ങനെയാണ് പൂക്കളെ വർഗീകരിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് പൂക്കളെ അറേഞ്ച് ചെയ്യുന്നത്, അതിന്റെ അടിസ്ഥാനത്തിൽ ഇൻഫ്ലോറസൻസുകളെ, പൂങ്കുലകളെ രണ്ടായി തിരിക്കാം. റെസിമോസ് ഇൻഫ്ലോറസൻസ് എന്നും സൈമോസ് ഇൻഫ്ലോറസൻസ് എന്നും രണ്ടായി തിരിക്കാം. അതായത് ഒരു പിടങ്ങളില് ആ മെയിൻ സ്റ്റാക്കില് എങ്ങനെയാണ് പൂക്കളെ അറേഞ്ച് ചെയ്യുന്നത് അതിന്റെ ബേസില്
പൂങ്കുലകളെ രണ്ടായിട്ട് തിരിക്കാം. റെസിമോസ് ഇൻഫ്ലോറസൻസ് റെസിമോസ് പൂങ്കുല എന്നും സൈമോസ് പൂങ്കുല എന്നും രണ്ടായിട്ട് തിരിക്കാം. ആദ്യം റെസിമോസ് ഇൻഫ്ലോറസൻസ്. എന്താണ് റെസിമോസ് ഇൻഫ്ലോറസൻസ്? നേരത്തെ കണ്ട കിളികിലിക്ക് ഒന്നും കൂടെ ശ്രദ്ധിക്കുക. ഒരു പ്രധാന തണ്ട്, അതായത് പിടങ്കിൾ എന്ന് പറയും അല്ലെ, അല്ലെങ്കിൽ പൂങ്കുല ദണ്ട് എന്ന് പറയും. ആ പിടങ്കലിൽ ഒരുപാട് പൂക്കളെ അറേഞ്ച് ചെയ്യും. ഈ ആ പിടങ്കലിന്റെ വളർച്ചയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അനിശ്ചിതമായിട്ട് വളരുന്ന, ഇൻഡെഫിനിറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഡിറ്റർമിനേറ്റ് ആയിട്ട് വളരുന്ന ഒരു പൂങ്കുല തണ്ടായിരിക്കും. അതായത് അതിന്റെ ഗ്രോത്ത്, വളർച്ച സ്റ്റോപ്പ് ആകുന്നില്ല, നിൽക്കുന്നില്ല. അതിങ്ങനെ അനന്തമായിട്ട് വളർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ വളരുന്നതിനിടയ്ക്ക് ഒരുപാട് പൂക്കളെ അത് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. ഈ പൂക്കളുടെ അറേഞ്ച്മെന്റിന് പ്രത്യേകതയുണ്ട്. ആദ്യം ഉണ്ടാകുന്ന പൂക്കൾ, അതായത് ഓൾഡർ ഫ്ലവർ എന്ന് പറയാം, അത് എപ്പോഴും ബേസിൽ ചുവട്ട് ഭാഗത്തിലും, പിന്നീട് ഉണ്ടാകുന്ന ചെറിയ ചെറിയ പൂക്കൾ, അതായത് യങ് ഫ്ലവേഴ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ പൂമൊട്ടുകൾ ഏറ്റവും ടോപ്പിൽ, ടിപ്പിൽ, അഗ്രത്തും കാണപ്പെടും. ഇങ്ങനെയുള്ള അറേഞ്ച്മെന്റിനെ അക്രോപെറ്റൽ രീതി അഥവാ അക്രോപെറ്റൽ സക്സഷൻ എന്നാണ് പറയുന്നത്. ഓൾഡർ ഫ്ലവർ പിടങ്കലിന്റെ ബേസിലും യങ്ങർ ഫ്ലവർ ടിപ്പിലോട്ട് അറേഞ്ച് ചെയ്യും. ആ രീതിയിലുള്ള അറേഞ്ച്മെന്റിനെ അക്രോപീറ്റൽ സക്സഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് റെസിമോസ് ഇൻഫ്ലോറസൻസിന്റെ ഡിഫറെന്റ് ടൈപ്സ് നോക്കാം. ആദ്യത്തെ ടൈപ്പാണ് റസീം. സിമ്പിൾ റസീം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. റസീം പ്രത്യേകത, നേരത്തെ പറഞ്ഞതുപോലെ പിടങ്കിൾ കണ്ടിന്യൂസ് ആയിട്ട് വളരുന്നു. അതിൽ ഫ്ലവേഴ്സ് അക്രോപീറ്റൽ സക്സഷനിലായിരിക്കും അറേഞ്ച് ചെയ്യുന്നത്. ഓർക്കുക, റെസിമോസ് ഇൻഫ്ലോറസൻസിൽ എല്ലാ അക്രോപീറ്റൽ സക്സസ് തന്നെയായിരിക്കും അറേഞ്ച് ചെയ്യുന്നത്. എന്നാൽ ഇതിൽ പെഡിസലുള്ള ഫ്ലവർ, നേരത്തെ പറഞ്ഞ പൂഞ്ഞെട്ട് ഉള്ള ഫ്ലവേഴ്സ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ അത്തരം ഇൻഫ്ലോറസൻസുകളെ റസീം എന്ന് പറയും. അതായത് പിടങ്കിൾ ഗ്രോ ചെയ്യുന്നു കണ്ടിന്യൂസ് ആയിട്ട്, പെഡിസലേറ്റ് ഫ്ലവർ അക്രോപീറ്റൽ സക്സഷനിൽ അറേഞ്ച് ചെയ്താൽ ഓൾഡർ ഫ്ലവർ ബേസിലും യങ്ങർ ഫ്ലവർ ടിപ്പിലും ആണെങ്കിൽ അതിനെ റസീം എന്ന് പറയും. എക്സാമ്പിൾ കിലികിലിക്ക് ഓർ ക്രോട്ടലേറിയ, കാട്ടുകടുക് ക്ലിയോമില കാണപ്പെടുന്നത് റസീം. റസീമിന് ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ് കിലികിലിക്ക് ഓർ ക്രോട്ടലേറിയ. രണ്ടാമത്താണ് സംയുക്ത റസീം അഥവാ പാനിക്കിൾ ഓർ കോമ്പൗണ്ട് റസീം എന്ന് പറയും. ഒറ്റ സെന്റൻസിൽ തന്നെ നമുക്ക് പറയാൻ കഴിയും. ഈ റെസിമോസ് ഇൻഫ്ലോറസൻസിലെ റസീം അത് ബ്രാഞ്ച് ആയിട്ട്, ശാഖകളായിട്ട് കാണപ്പെടുന്നെങ്കിൽ ആദ്യം പഠിച്ച റസീം തന്നെ അത് ബ്രാഞ്ചഡ് ആയിട്ട് കാണപ്പെടുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണ് സംയുക്ത റസീം അഥവാ പാനിക്കിൾ ഓർ കോമ്പൗണ്ട് റസീം എന്ന് പറയും. എക്സാമ്പിൾ കിരിയാത്ത് ഓർ ആൻഡ്രോഗ്രാഫിസ്. കയ്പൻ കിരിയാത്ത് എന്ന് പറയുന്നത് ഭയങ്കര കയ്പുള്ള ഒരു മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു പ്ലാന്റ് ആണ് കിരിയാത്ത് ഓർ ആൻഡ്രോഗ്രാഫിസ് എന്ന് പറയുന്നത്. അടുത്തത് സ്പൈക്ക്. സ്പൈക്കിന്റെ പ്രത്യേകത, നേരത്തെ റസീമിന്റെ പ്രത്യേകത എന്തായിരുന്നു? അവിടെ ഞെട്ടോട് കൂടിയ പൂക്കളാണെങ്കിൽ ഇവിടെ ഞെട്ടില്ലാത്ത പൂക്കളായിരിക്കും, സെസൈൽ ഫ്ലവേഴ്സ് ആയിരിക്കും. ഓരോ പൂവിനും സ്റ്റാക്ക് ഇല്ല, അത് ആ പ്രധാന തണ്ടായ പൂങ്കുല തണ്ടിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന കാണാം. ഇങ്ങനെ പൂഞ്ഞെട്ടില്ലാത്ത പൂക്കളോട് കൂടിയ പൂങ്കുലയെ വിളിക്കുന്ന പേരാണ് സ്പൈക്ക് എന്ന് പറയും. എക്സാമ്പിൾ കടലാടി അഥവാ അഖിരാന്തസ് എന്ന ചെടി, നമ്മുടെ പോച്ചൽക്കടയിലൊക്കെ നിൽക്കുന്ന പ്ലാന്റ് ആണ് കടലാടി എന്ന് പറയും, അഖിരാന്തസ്. അതിൽ പൂഞ്ഞെട്ടില്ലാത്ത, അതായത് പെഡിസിൽ ഇല്ലാത്ത സെസൈൽ ഫ്ലവേഴ്സ് ആയിരിക്കും കാണപ്പെടുന്നത്. അത് ഏത് ഓർഡറിലായിരിക്കും? അക്രോപീറ്റൽ സക്സഷൻ തന്നെയാണ് കാണപ്പെടുന്നത്. അടുത്തത് അതിന്റെ തന്നെ കോമ്പൗണ്ട് സ്പൈക്ക് അഥവാ സംയുക്ത സ്പൈക്ക് എന്ന് പറയാം. അവിടെ പ്രത്യേകം എന്തായിരിക്കും? ഇതിന്റെ തന്നെ ബ്രാഞ്ചഡ് കണ്ടീഷൻ ആയിരിക്കും. നമ്മുടെ ചീരപ്പൂവ്, ചീരയിൽ കാണും, അമരാന്തസ് കാണുന്ന പൂവ്, അവിടെ ആ ചീരയുടെ ഒരുപാട് ബ്രാഞ്ച് ആയിട്ടല്ലേ കാണുന്നത്. അതിൽ ഓരോ ഫ്ലവറിനും സ്റ്റാക്ക് ഇല്ലാത്ത ഫ്ലവറാണ്. അങ്ങനെ സ്പൈക്കിന്റെ ബ്രാഞ്ചഡ് കണ്ടീഷനെ കോമ്പൗണ്ട് സ്പൈക്ക് എന്ന് പറയുന്നു. സ്പാഡിക്സ് ഒരു പ്രത്യേകതരം ഇൻഫ്ലോറസൻസ് ആണ്. അതായത് ഇവിടുത്തെ പിടങ്കിൾ ഓർ പൂങ്കുല തണ്ട് കുറച്ച് മാംസളമായിരിക്കും, ഫ്ലഷി ആയിരിക്കും. എന്നിട്ട് അതിൽ പൂക്കളെ അറേഞ്ച് ചെയ്യുന്ന ഒരു പ്രത്യേകത ഉണ്ട്. ആൺപൂക്കൾ അഥവാ മെയിൽ ഫ്ലവേഴ്സ് ആ പിടങ്ങളിലെ മുകൾ ഭാഗത്തായിട്ടും, പെൺപൂക്കൾ അഥവാ ഫീമെയിൽ ഫ്ലവേഴ്സ് ഏറ്റവും ബേസിലായിട്ടും, അതിന്റെ ഇടയ്ക്ക് സ്റ്റെറൈൽ ആയിട്ടുള്ള, കഴിവില്ലാത്ത അല്ലെങ്കിൽ ഗ്യാമീറ്റുകളോ മറ്റും പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവില്ലാത്ത സ്റ്റെറൈൽ ആയിട്ടുള്ള പൂക്കളും കാണപ്പെടും. എന്നിട്ട് ഈ പൂങ്കുലകളെ മൊത്തത്തിൽ പൊതിഞ്ഞുകൊണ്ട് ഒരു ആവരണം കാണപ്പെടും. അതൊരു ബ്രാക്റ്റിന്റെ മോഡിഫിക്കേഷൻ ആയിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. ഈ ആവരണത്തിനെ സ്പെയ്ത്ത് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ പൂങ്കുല തന്റെ മാംസളായിരിക്കും, അതിൽ ആൺപൂവ് മുകളിലും പെൺപൂവ് താഴെയും, ഇടയ്ക്ക് സ്റ്റെറൈൽ ഫ്ലവേഴ്സും, ഈ പൂങ്കുലയെ പൊതിഞ്ഞുകൊണ്ട് ഒരു ആവരണം, അതിനെ സ്പെയ്ത്ത് എന്ന് പറയും. അത്തരം ഇൻഫ്ലോറസൻസുകളെ സ്പാഡിക്സ് എന്നാണ് അറിയപ്പെടുന്നത്. സ്പാഡിക്സ് ഇൻഫ്ലോറസൻസിന് എക്സാമ്പിളാണ് നമ്മുടെ ചേനകളിലും ചേമ്പിലും കാണപ്പെടുന്ന പൂങ്കുലകൾ. ചേനയുടെ പൂവും ചേമ്പിൻ്റെ പൂവൊക്കെ എക്സാമ്പിളാണ്. ഇതിന്റെ തന്നെ ബ്രാഞ്ചഡ് കണ്ടീഷനെയാണ് സംയുക്ത പാഡിക്സ് അഥവാ കോമ്പൗണ്ട് സ്പാഡിക്സ് എന്ന് പറയുന്നത്. ബെസ്റ്റ് എക്സാമ്പിൾ എന്നുള്ളത് തെങ്ങിന്റെ പൂങ്കുല.
അവിടെ സ്പെയ്ത്ത് കുറച്ചുകൂടെ കട്ടിയായിട്ടുള്ള കൊതുമ്പായിട്ട് മാറിയിരിക്കും. ഇവിടെ കൊതുമ്പില്ലേ, കൊതുമ്പ്, അത് ശരിക്കും സ്പെയ്ത്താണ്. അപ്പോൾ സ്പാഡിക്സിന്റെ കോമ്പൗണ്ട് സ്പാഡിക്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അതിന്റെ ബ്രാഞ്ചഡ് കണ്ടീഷൻ ആയിരിക്കും. അടുത്തത് കാറ്റ്കിൻ അഥവാ അമെന്റം. കാറ്റ്കിൻ, നേരത്തെ സ്പൈക്ക് പറഞ്ഞില്ലേ, കടലാടിയൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ടോ? അതായത് സെസൈൽ ഫ്ലവേഴ്സ് അക്രോപീറ്റൽ സക്സഷനിൽ കാണപ്പെടും. അത് തലകീഴായി കിടക്കുന്നതിനെയാണ് കാറ്റ്കിൻ എന്ന് പറയുന്നത്. അതായത് പെൻഡുലസ് സ്പൈക്ക് എന്ന് പറയാം. പെൻഡുലസ് സ്പൈക്ക് ആയിട്ടുള്ള ഫ്ലവേഴ്സിനെ, ഇൻഫ്ലോറസൻസിനെയാണ് കാറ്റ്കിൻ അഥവാ അമന്റം എന്ന് പറയുന്നത്. തലകീഴായിട്ടായിരിക്കും കിടക്കുന്നത്. ശരിക്കും ഇത് സ്പൈക്ക് തന്നെയാണ്, പക്ഷെ അത് തലകീഴായിട്ട് കിടക്കും. എക്സാമ്പിൾ കുരങ്ങുവാലൻ ചെടി അഥവാ അക്കാലിഫ. ഓർക്ക് ഒരു പ്രത്യേകത, ഇത് ഏകലിംഗ പുഷ്പങ്ങളായിരിക്കും, അത് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. വേറൊരു പേരിലും അറിയപ്പെടുന്നുണ്ട്, അമന്റിഫറസ് എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. എക്സാമ്പിൾ കുരങ്ങുവാലൻ ചെടി, പിന്നെ അതുപോലെ മൾബറിയിലും നമ്മുടെ പ്ലാവിലും കാണപ്പെടുന്നതെല്ലാം കാറ്റ്കിൻ. പ്ലാവിന്റെ അറിയാലോ, ചക്കയാകുന്ന അതിന്റെ യങ് ഇൻഫ്ലോറസൻസ് താഴോട്ട്, ചക്കയായാലും നമുക്ക് താഴോട്ട് തൂങ്ങിയാണ് കിടക്കുന്നത് അല്ലെ, അങ്ങനെ കാണപ്പെടുന്നതിനെയാണ്, തലകീഴായിട്ട് കാണപ്പെടുന്നതിനെ കാറ്റ്കിൻ എന്ന് പറയുന്നത്. അടുത്തത് സ്റ്റിറോബൈൽ. സ്റ്റിറോബൈൽ എന്ന് പറയുന്നത് സ്പൈക്ക് തന്നെയാണ്, അതിന്റെ പെൻഡുലസ് നേച്ചർ തന്നെയാണ്, അതായത് കാറ്റ്കിൻ പോലെയാണ്. പക്ഷേ ഇതിന്റെ ബ്രാക്റ്റിന്റെ പ്രത്യേകത പെർമനന്റ് ബ്രാക്റ്റ് ആണ്, അല്ലെങ്കിൽ പെർസിസ്റ്റന്റ് ബ്രാക്റ്റ് ആയിരിക്കും, പൊഴിയാത്ത ബ്രാക്റ്റുകളായിരിക്കും. സാധാരണ പൂക്കൾ അതിന്റെ കൂടെയുള്ള ബ്രാക്റ്റ് പൊഴിഞ്ഞു പോകാറുണ്ട്. എന്നാൽ ഇവിടെ പൊഴിയാതിരിക്കുന്ന പെർസിസ്റ്റന്റ് ബ്രാക്റ്റ് ഉള്ള ഒരു സ്പൈക്ക് അല്ലെങ്കിൽ പെൻഡുലസ് സ്പൈക്കിനെയാണ് സ്റ്റിറോബൈൽ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഹ്യൂമിലസ് എന്ന പ്ലാന്റ്, കഞ്ചാവ് ഫാമിലിപ്പെട്ട ഒരു ചെടിയാണ് കേട്ടോ, ഹ്യൂമിലസ് എന്ന പ്ലാന്റ്. പ്രത്യേകത എന്താണ്, ഇത് പെൻഡുലസ് സ്പൈക്ക് തന്നെയാണ്, പക്ഷെ പെർമനന്റ് അല്ലെങ്കിൽ പെർസിസ്റ്റന്റ് ബ്രാക്റ്റ് കാണപ്പെടും. അടുത്തതാണ് സ്പൈക്ലെറ്റ് അഥവാ ലോക്കസ്റ്റ. നമ്മുടെ നെല്ലില്ലേ, നെല്ലിന്റെ കതിരെന്ന് പറയുമല്ലോ, ആ നെല്ലിന്റെ പൂങ്കുലയുടെ പ്രത്യേകത, ഓരോ ബ്രാഞ്ചും, ഒരു പൂങ്കുലയുടെ ഓരോ ബ്രാഞ്ചിൽ ഓരോരോ ഫ്ലവർ, ആ ഫ്ലവർ ആണ് ശരിക്കും നമ്മൾ ഉമി പോലെ കാണുന്ന ആ ഒരു 2 തോടുണ്ടല്ലോ, അതിന്റെ അകത്താണ് അരിമണി പിന്നീട് കാണപ്പെടുന്നത് അല്ലെ. ആ ഓരോന്നും ഓരോ ഫ്ലവറാണ്. ഓർക്കേണ്ട ഒരു പ്രത്യേകത, ആദ്യം ഒരു ഫ്ലവറിൽ തുടങ്ങും, ആ ഒരു ഫ്ലവറിൽ 2 ഉമി പോലത്തെ ഭാഗം കാണാം, അത് ബ്രാക്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്, സഹപത്രം. അതില് ഒരെണ്ണം ഫെർട്ടൈൽ ആയിരിക്കും. ചിത്രത്തിൽ കാണുന്നത് ലെമ്മ എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ, ഈ ലെമ്മ എന്ന ബ്രാക്റ്റിന്റെ ചുവട്ടിൽ നിന്നാലും അതിന്റെ അകത്ത് ഫ്ലവർ ഉണ്ടാകും. അതിനെ പൊതിഞ്ഞുകൊണ്ട് കാണുന്ന അകത്തോട്ട് കാണപ്പെടുന്ന അടുത്ത ബ്രാക്റ്റിനെ അല്ലെങ്കിൽ ബ്രാക്റ്റിയോൾ എന്ന് പറയാം. ആ ഫ്ലവറിൽ പിന്നെ കാണുന്നതിന് നമുക്ക് ബ്രാക്റ്റിയോൾ എന്ന് പറയാം. ബ്രാക്റ്റിയോളിനെ പാലിയ എന്ന് പറയും. ലെമ്മ എന്ന് പറയുന്നത് ഒരു ഫെർട്ടൈൽ ബ്രാക്റ്റ് ആണ്, ബാഹ്യ ഭാഗത്തായിട്ട് കാണാം, ഏറ്റവും പുറത്ത് കാണപ്പെടും. അതിനകത്തായിട്ട് ആന്തരമായിട്ട് കാണപ്പെടുന്ന അടുത്ത ബ്രാക്റ്റിയോളിനെ പാലിയ എന്നും പറയും. ഇങ്ങനെ 2 ബ്രാക്റ്റുകൾക്കിടയിലാണ് ആ ഫ്ലവർ കാണപ്പെടുന്നത്. ലെമ്മയിൽ നിന്നാണ് ആ ഫ്ലവർ ഉണ്ടാകുന്നത്, പിന്നീട് അതിനെ പൊതിഞ്ഞ് പാലിയ എന്ന അടുത്ത ബ്രാക്റ്റുകൾ കാണപ്പെടും. ഇങ്ങനെയുള്ള പൂക്കൾ ഒരു ബ്രാഞ്ചായിട്ട് കാണപ്പെടും, അത് അതിന്റെ ബ്രാഞ്ചായിട്ട് കാണപ്പെടും. ഇതിന്റെ ഏറ്റവും ചുവട്ടിലായിട്ട് കാണുന്ന ഓരോ സ്പൈക്ലെറ്റിന്റെ ഓരോ ബ്രാഞ്ചിന്റെ ചുവട്ടിലായിട്ട് കാണുന്ന അഡീഷണൽ ബ്രാക്റ്റിനെ ഗ്ലൂംസ് എന്നാണ് പറയുന്നത്. ഗ്ലൂംസ്. അപ്പൊ 2 ഗ്ലൂംസ് കാണും, അത് ചുവട്ടിലായിട്ട് കാണും. അതിൽ നിന്ന് ഒരു ബ്രാഞ്ച് പോലെ നമ്മുടെ നെൽക്കതിർ ഓർത്താൽ മതി, അതിന്റെ ആ ബ്രാഞ്ചിൽ ഒരുപാട് നെൽക്കതിര് പോലെ കാണപ്പെടും. അത് പൊതിഞ്ഞിരിക്കുന്നത് 2 ബ്രാക്റ്റ് കൊണ്ടായിരിക്കും കാണപ്പെടുന്നത്. എക്സാമ്പിൾ റൈസ് എന്ന് പറയാം. സാധാരണയായിട്ട് സ്പൈക്ലെറ്റ് കാണപ്പെടുന്നത് പുല്ല് വർഗ്ഗങ്ങളിലാണ്, അതായത് നെൽച്ചെടി പോലുള്ള ഗ്രൂപ്പിലാണ് സ്പൈക്ലെറ്റ് കാണപ്പെടുന്നത്. ഈ സ്പൈക്ലെറ്റിൻ്റെ താഴെയായിട്ട് ഓരോ ആ പൂങ്കലയുടെ താഴെയായിട്ടും പതിരെന്നൊക്കെ പറയും, നെല്ലിൻ്റെ പതിരെന്നൊക്കെ പറയുന്ന പോലെ കാണപ്പെടുന്ന അഡീഷണൽ ബ്രാക്റ്റിനെയാണ് ഗ്ലൂംസ് എന്ന് പറയുക. പിന്നീട് ഈ സ്പൈക്ലെറ്റ് ഇങ്ങനെ ബ്രാഞ്ചായിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ പാനിക്കിൾ എന്ന പദവും സാധാരണയായിട്ട് ഉപയോഗിച്ച് കാണാറുണ്ട്. സ്പൈക്ലെറ്റിനെ അല്ലെങ്കിൽ ലോക്കസ്റ്റയെ പാനിക്കിൾ എന്ന പദവും ഉപയോഗിക്കാറുണ്ട്, കാരണം അതൊരു ബ്രാഞ്ച് കണ്ടീഷനായിട്ട് കാണപ്പെടുന്നതുകൊണ്ടായിരിക്കാം പാനിക്കിൾ എന്ന ടേംസും ഉപയോഗിക്കാറുണ്ട്. അടുത്തതായി കോറുമ്പ്. കോറുമ്പിന്റെ പ്രത്യേകത, ഇവയുടെ പിടങ്ങൾ അഥവാ പൂങ്കുല തണ്ട് പൊതുവെ നീളം കുറവായിരിക്കും. നേരത്തെ പറഞ്ഞതുപോലുള്ള പൂങ്കുലകളിൽ കാണുന്ന പോലുള്ള അധിക നീളം കാണത്തില്ല, നീളം കുറവായിരിക്കും. പക്ഷെ കണ്ടിന്യൂസ് ഗ്രോത്ത് തന്നെയാണ് കാണപ്പെടുന്നത്, നീളം കുറവായിരിക്കും. മറ്റൊരു പ്രത്യേകത, താഴ്ഭാഗത്തുണ്ടാകുന്ന പൂക്കളുടെ പൂഞ്ഞെട്ടിന് പെഡിസലിന് നല്ല നീളം ഉണ്ടായിരിക്കും. അത് മുകളിലോട്ട് പോകുന്നതോറും നീളം കുറഞ്ഞാണ് വരുന്നത്. ഒരു ഗോപുരം പോലെയൊക്കെ ആയിരിക്കും സാധാരണ ഇതിന്റെ പൂക്കളുടെ അറേഞ്ച്മെന്റ്. അതായത് ഇപ്പൊ രാജമല്ലി, ബെസ്റ്റ് എക്സാമ്പിൾ രാജമല്ലിയാണ്. ഈ രാജമല്ലിയുടെ പ്രത്യേകത, ഏറ്റവും താഴ്ഭാഗത്തെ പൂവിന് കണ്ടോ, നീളം കൂടിയ സ്റ്റാക്ക് ആയിരിക്കും. മെയിൻ ആക്സസിലുള്ള ഓരോ പൂവിന്റെ സ്റ്റാക്കിനെ കുറിച്ചാണ് പറയുന്നത്. ചിത്രത്തെ കാണുന്ന പോലെ
ഓരോ പൂവിന്റെ സ്റ്റാക്കും നീളം കൂടുതലായിരിക്കും. മുകളിലോട്ട് അറേഞ്ച് ചെയ്ത് വരുമ്പോൾ കണ്ടോ അതിന്റെ നീളം കുറഞ്ഞു കുറഞ്ഞു വരുന്നതാണ്. മെയിൻ ആക്സസ് സെന്ററിലൂടെ പോകുന്നു. താഴ്ഭാഗത്തെ പൂക്കൾക്ക് നീളം കൂടുതലും സ്റ്റാക്കിന് നീളം കൂടുതലും, മുകളിലോട്ട് വരുന്നതോറും നീളം കുറഞ്ഞു 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 വരുന്നു. ഇത്തരം പൂക്കളെല്ലാം അറേഞ്ച് ചെയ്ത് വരുമ്പോൾ ഏകദേശം ഒരേ നിരയായിരിക്കും. ഒരു ഗോപുരത്തിന്റെ ഒരു അപ്പിയറൻസിൽ ഇങ്ങനെ ഒരേ ലെയർ ആയിട്ട് കാണപ്പെടും. ഈ ടൈപ്പ് ഇൻഫ്ലോറസൻസിനെയാണ് കോറിമ്പ് എന്ന് പറയുന്ന. എക്സാമ്പിൾ രാജമല്ലി, സെസാൽപീനിയ, കടുക് ഓർ മസ്റ്റാർഡ്. നെക്സ്റ്റ് അമ്പൽ. അമ്പൽ എന്ന് പറയുന്നത് സാധാരണ മുക്കുറ്റിയില് കാണപ്പെടുന്ന ഒരു പ്രത്യേകതയാണ് അമ്പൽ എന്ന് പറയുന്നത്. അമ്പലില് ഈ തണ്ടിന്റെ, അതായത് പൂങ്കുല തണ്ടിന്റെ അറ്റം അല്ലെങ്കിൽ ആ ഭാഗം ചുരുങ്ങിയിരുന്നിട്ട് അതില് നീളമുള്ള പെഡിസിലേറ്റ് ഫ്ലവേഴ്സ് ഒരു കൂട്ടമായിട്ട് കാണപ്പെടും. മുക്കുറ്റി പൂവിനെ ശ്രദ്ധിച്ചു നോക്കി രണ്ടാമത്തെ ഫിഗർ, അതിൽ കണ്ടോ ആ ഒരു പൂങ്കുല തണ്ട് ചുരുങ്ങിയിട്ട് അതിന്റെ ടിപ്പിൽ നിന്നും ഒരു കൂട്ടം നീളമുള്ള ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്ത് കാണപ്പെടും. ഈ ഫ്ലവറുകളെല്ലാം പൊതിഞ്ഞുകൊണ്ട് ഏറ്റവും താഴെയിട്ടൊരു ആവരണം, ബ്രാക്ട് പോലൊരു ആവരണം കാണും. ഇതിനെ ഇൻവല്യൂക്കർ എന്നാണ് പറയുന്നത്. ഇൻവല്യൂക്കർ എന്ന് അറിയപ്പെടും. പൂക്കളെ മൊത്തത്തിൽ പൊതിഞ്ഞ് കാണപ്പെടുന്ന ഇൻവല്യൂക്കർ കാണാൻ കഴിയും. അങ്ങനെ ഇൻവല്യൂക്കർ കാണപ്പെടുന്ന ഇത്തരം പൂങ്കുലകളെയാണ് അമ്പൽ എന്നറിയപ്പെടുന്നത്. അമ്പലിഫറെ ഓർ APC ഫാമിലിപ്പെട്ട ചെടികളിലെല്ലാം നമുക്ക് അമ്പൽ ഇൻഫ്ലോറസൻസ് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ആ ഒരു ഗ്രൂപ്പിന് ആ പേര് തന്നെ വന്നത്. എക്സാമ്പിൾ കുടങ്ങൽ ഓർ സെന്റല, മുക്കുറ്റി അഥവാ ബയോഫൈറ്റ്. ഇതിന്റെ തന്നെ കോമ്പൗണ്ട് ആണ്, അതായത് ബ്രാഞ്ചഡ് കണ്ടീഷനെയാണ് കോമ്പൗണ്ട് അമ്പൽ എന്നറിയപ്പെടുന്നത്. ബ്രാഞ്ചഡ് ആയിരിക്കും. സെയിം അമ്പൽ ബ്രാഞ്ചഡ് കണ്ടീഷനിൽ കാണപ്പെടുന്നതിനെ കോമ്പൗണ്ട് അമ്പൽ അഥവാ സംയുക്ത അമ്പൽ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പെരിഞ്ചീരകം, ഫ്യൂനിക്കുലം എന്ന പ്ലാന്റിലും അതുപോലെ മല്ലി, കൊറിയാണ്ടർ എന്ന ചെടിയിലും കാണപ്പെടുന്നത് കോമ്പൗണ്ട് അമ്പലം. അടുത്തത് ക്യാപിറ്റേറ്റ് ഓർ ഗ്ലോബോസ് ഹെഡ്. തൊട്ടാവാടിയുടെ പൂവ് എല്ലാവരും ഓർത്തു നോക്കിയ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു ഗ്ലോബ് പോലെയാണ് ഇരിക്കുന്നത് അല്ലേ? അതായത് പൂങ്കുലയുടെ തണ്ട് ചുരുങ്ങിയിരിക്കും. അതിന്റെ അറ്റത്ത് അല്ലെങ്കിൽ അതിന് ചുറ്റുമായിട്ട് ഞെട്ടില്ലാത്ത പൂക്കളെ ഒരു ഗോളം പോലെ ക്രമീകരിച്ചിരിക്കും. അതായത് പൂങ്കുല തണ്ട് ചുരുങ്ങിയിരിക്കുകയും അതിൽ ചുറ്റുമായിട്ട് തണ്ടില്ലാത്ത പൂക്കളെ ഒരു ഗോളം പോലെ ക്രമീകരിച്ചിരിക്കുന്ന പൂങ്കുലകളെയാണ് ക്യാപിറ്റേറ്റ് അഥവാ ഗ്ലോബോസ് ഹെഡ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ തൊട്ടാവാടി, മൈമോസ, പിന്നെ കാലിയാൻഡ്ര. കാലിയാൻഡ്ര എന്ന് പറയുന്നത് ഇതേ തൊട്ടാവാടി പോലുള്ള ചെടി തന്നെയാണ്. നമ്മുടെ ഗാർഡൻ പ്ലാന്റ് ആണ്. ചുവന്ന കളറിലും മറ്റ് കളറിലൊക്കെ ലൈറ്റ് വൈറ്റ് കളറിലൊക്കെ കാണപ്പെടുന്ന ഒരു ഗാർഡൻ വെറൈറ്റിയാണ് കാലിയാൻഡ്ര എന്ന പ്ലാന്റ്. നെക്സ്റ്റ് ക്യാപിറ്റുലം അഥവാ ഹെഡ് ഓർ ആന്തോഡിയം. ബെസ്റ്റ് എക്സാമ്പിൾ സൺഫ്ലവർ. നമ്മുടെ സൺഫ്ലവർ അഥവാ സൂര്യകാന്തി ഒരു പൂങ്കുലയാണ്. കാരണം ഒരു കൂട്ടം പൂക്കൾ, അതിനെ ഫ്ലോറൻസ് എന്ന് പറയും. അങ്ങനെയുള്ള ഫ്ലോറൻസുകളെ അടുക്കി വെച്ചിരിക്കുന്ന ഒരു പൂങ്കുലയാണ് സൺഫ്ലവർ എന്ന് പറയുന്നത്. ഇവിടെ ഒരു പ്രത്യേകത ഉള്ളത്, രണ്ടു തരം പൂക്കളാണ് ഇതിനകത്ത് കാണാൻ കഴിയുന്നത്. ഏറ്റവും പുറമെ നമ്മളെ സൺഫ്ലവറിന്റെ ഏറ്റവും പുറം ഭാഗത്ത് നീണ്ട ഇതള് പോലെ ഇരിക്കുന്ന ഭാഗങ്ങളെല്ലാം ഓരോ ഫ്ലവേഴ്സ് ആണ്. അവയെ റേ ഫ്ലോറൻസ് എന്ന് പറയുന്നു. എന്നാൽ ഇതിന്റെ സെന്ററിൽ ട്യൂബുലാർ ആകൃതിയിലുള്ള ട്യൂബ് പോലെ കാണപ്പെടുന്ന കൂട്ടം പൂക്കളാണ് ഇരിക്കുന്നത്. അതാണ് ആ സെന്ററിൽ ഇരിക്കുന്ന ഭാഗം, നല്ല ഡിസൈനിൽ ഇരിക്കുന്നില്ലേ, അതിനെ ഡിസ്ക് ഫ്ലോറൻസ് എന്നാണ് പറയുന്നത്. അപ്പം രണ്ടു തരം ഫ്ലവേഴ്സ് ആണ് അല്ലെങ്കിൽ രണ്ടു തരം ഫ്ലോറൻസ് ആണ് സൺഫ്ലവറിൽ കാണപ്പെടുന്നത്, റേ ഫ്ലോറൻസും ഡിസ്ക് ഫ്ലോറൻസും. ഇവയെ സെൻട്രിപെറ്റൽ രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഏറ്റവും പുറത്തു നിന്നും ഉള്ളിലോട്ട് സെന്റർ ആകൃതിയിലോട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഇതിനെ സെൻട്രിപീറ്റൽ സക്സഷൻ എന്ന് പറയുന്നത്. മറ്റൊരു പ്രത്യേകത, ഈ ക്യാപിറ്റലത്തില് കാണപ്പെടുന്ന ഫ്ലോറൻസിന്റെ ബേസിൽ ക്യാപിറ്റലം രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഹോമോജീനസ് ക്യാപിറ്റലും ഹെട്രോജീനസ് ക്യാപിറ്റലും എന്ന് പറയാറുണ്ട്. അതിന്റെ അർത്ഥം തന്നെ ഇപ്പൊ ഹോമോജീനസ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ അതിനകത്തുള്ള ഫ്ലോറൽസ് എല്ലാം തന്നെ ഒരേ ടൈപ്പ് ആയിരിക്കും. ഒന്നുകിൽ ഡിസ്ക് ഫ്ലോറൻസ് ആയിരിക്കും, അല്ലെങ്കിൽ റേ ഫ്ലോറൻസ് ആയിരിക്കും. അത്തരം ഒരേ തരത്തിലുള്ള ഫ്ലോറൻസ് കാണപ്പെടുന്ന ഇൻഫ്ലോറസൻസുകളെ ക്യാപിറ്റലത്തിനെയാണ് ഹോമോജീനസ് ക്യാപിറ്റൽ എന്ന് അറിയപ്പെടുന്നത്. സൺഫ്ലവർ ഹെട്രോജീനസ് ആണ്. എന്തുകൊണ്ടായിരിക്കും? രണ്ടു തരം ഫ്ലോറൻസിലെ കാണപ്പെടുന്നത്, റേ ഫ്ലോറൻസും ഡിസ്ക് ഫ്ലോറൻസും കാണപ്പെടുന്നത് കൊണ്ട് തന്നെ അതിനെ ഹെട്രോജീനസ് ക്യാപിറ്റലം എന്നാണ് അറിയപ്പെടുന്നത്. സാധാരണ സൂര്യാന്തി കുടുംബത്തിന്റെ പ്രത്യേകതയാണ് ഇങ്ങനൊരു ക്യാപിറ്റലം ഇൻഫ്ലോറസൻസ്. അതായത് കമ്പോസിറ്റി അല്ലെങ്കിൽ ആസ്റ്ററേസിയ കുടുംബത്തിൽപ്പെട്ട ചെടികളുടെ ഒരു പ്രത്യേകതയാണ് ഈ ക്യാപിറ്റലം അല്ലെങ്കിൽ ഹെഡ് ഇൻഫ്ലോറസൻസ്. സൂര്യകാന്തി, സീനിയ, ട്രൈഡാക്സ് അഥവാ ഒടിയമ്പച്ച, ജമന്തി, ബന്ദി തുടങ്ങിയ ചെടികളിലെല്ലാം കാണുന്നത് ക്യാപിറ്റലമാണ്. ഇതിന്റെ കോമ്പൗണ്ട് ബ്രാഞ്ചഡ് കണ്ടീഷനെ നമ്മൾ എന്ത് പറയുന്നു? കോമ്പൗണ്ട് ഹെഡ് അല്ലെങ്കിൽ കോമ്പൗണ്ട് ക്യാപിറ്റലം ഓർ സംയുക്ത ക്യാപിറ്റലം എന്ന് പറയുന്നു. അതായത് സൺഫ്ലവറിനെ പോലത്തെ ചെറിയ ചെറിയ പൂക്കളായിരിക്കും.
നമ്മുടെ നാറ്റപ്പൂച്ചെടി ചെടിയിലും അഥവാ കമ്മ്യൂണിസ്റ്റ് പച്ചയിലും വെർണോണിയ, പൂവാങ്കുരുന്ന് എന്നൊക്കെ പറയില്ലേ, അതുപോലുള്ള ചെടികളിലൊക്കെ കാണപ്പെടുന്നത് കോമ്പൗണ്ട് ഹെഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സംയുക്ത ക്യാപിറ്റലാണ് കാണപ്പെടുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ഇൻഫ്ലോറസൻസ് എന്ന ടോപ്പിക്കിലെ റെസിമോസ് ഇൻഫ്ലോറസൻസ് മാത്രമാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇനി സൈമോസ് ഉണ്ട്, സ്പെഷ്യൽ ടൈപ്പ് ഇൻഫ്ലോറസൻസുകളുണ്ട്, മിക്സഡ് ടൈപ്പുകളുണ്ട്. വരും ക്ലാസ്സുകളിൽ അത് ഓരോന്നുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. ക്ലാസ് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ ഇൻഫ്ലോറസൻസിന്റെ ബാക്കി ഭാഗങ്ങളുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.